ഹായ്, ഐ എം മാധൻ. നിങ്ങൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളതാണ്, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. ഈ സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. ഈ സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ അഡ്രിനൽ ഗ്ലാൻഡ്സിനെ മെയിൻലി ഓവറോൾ ഹോർമോൺസും മൊത്തം എന്താ പറയുക റെഗുലർ ആവുകയാണ്. നോർമലി കോർട്ടിസോൾ ഇംബാലൻസ് വരും, ആൻഡ്രജൻ അതായത് ടെസ്റ്റോസ്റ്ററോൺസും ബാക്കിയുള്ള ഹോർമോൺസും എല്ലാം ഇതുപോലെ ഇംബാലൻസ് വരും. അപ്പോൾ നിങ്ങൾ ഓൾ ബോഡി സിസ്റ്റം എന്താ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഒബീസ്ലി മസിൽ ഉണ്ടാകും. ഒരു വർഷം കൊണ്ട് ഉണ്ടാകുന്ന മസിൽസ് 2 മാസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, റിസൾട്ട് നിങ്ങൾക്ക് ഒബീസ്ലി ഉണ്ടാകും. നിങ്ങളൊരു ഈവൻസിന് പങ്കെടുക്കുകയാണ്, ഇപ്പോൾ ബോഡി ബിൽഡിംഗ് അത്ലറ്റ്സിൽ ഈവൻസിൽ പങ്കെടുക്കുക, നിങ്ങൾക്ക് അത് യൂസ് ചെയ്തേ പറ്റുമോ എന്നൊരു സ്ഥിതി വരെയാണ് നിങ്ങൾ യൂസ് ചെയ്തു. അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഒരിക്കലും മറ്റുള്ളവരല്ല, നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഫിറ്റ്നസ്സുമായിട്ട് പോകുന്ന ഒരാൾ ഒരിക്കലും സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു തവണ ഇത് ഇഞ്ചെക്ട് ചെയ്താൽ നിങ്ങളുടെ ബോഡിയുടെ ഓൾമോസ്റ്റ് സൈക്കിളും ഇറഗുലർ ആവുകയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കംപ്ലീറ്റ് ബാധിക്കുകയാണ്. എല്ലാം ഇംബാലൻസ് ആവും, എല്ലാ ഹോർമോൺസും പ്രോപ്പർലി ആയിരിക്കത്തില്ല, കംപ്ലീറ്റ്ലി ഇംബാലൻസ് ആവും. അപ്പോൾ ചിലർ ചോദിക്കും, ഞാൻ ഇത്രയും നാൾ ഇഞ്ചെക്ട് ചെയ്തു, എനിക്കിതൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ. ഡിഫറെൻറ്റ് ജെനറ്റിക്സ് വലിയൊരു ഘടകമായിരിക്കും. ഇപ്പോൾ 100 പേര് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ബാക്കി 99 ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ടാവും. അത് ആരും പുറത്ത് പറയുന്നില്ല. അപ്പം സ്റ്റിറോയിഡ്സ് നിങ്ങൾ ഞാൻ ആലോചിക്കുക, യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന്.